നോമ്പുചിത്ത രണ്ടാം ദിനം. ദൈവത്തിന് കടം കൊടുക്കുക. ദൈവസന്നിധിയിൽ സമ്പന്നനാവുക, ദൈവത്തിന് കടം കൊടുക്കുക തുടങ്ങിയ മഹാസുവിശേഷ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന വേളയാണ് നോമ്പുകാലം. ലൂക്ക 12:21 സുഭാഷിതം 19:17 ഈ വചനങ്ങൾ നാം വായിക്കുക. ദരിദ്രനോട് കാണിക്കുന്ന കരുണ ദൈവത്തിന് കടം കൊടുക്കുന്നത് പോലെയാണ് സുഭാഷിതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അതിമനോഹര വെളിപാട്. ഈ സുഭാഷിതത്തിനൊപ്പം നല്ല സമരിയാക്കാരൻ്റെ കഥയിലെ ചില ഭാഗങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ ചേരുംപടി ചേർത്ത പോലെയാകും. നല്ല സമരിയാക്കാരൻ്റെ കഥയിൽ കള്ളന്മാരാൽ ക്രൂരമർദ്ദനമേറ്റ് വഴിയരികിൽ മൃതപ്രായനായി കിടക്കുന്ന യഹൂദനെ ഒടുവിൽ സഹായിക്കുന്നത് ഒരു സമരിയാക്കാരനാണ്. ശത്രു എന്ന് യഹൂദൻ കരുതിയിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടിരുന്ന സമരിയാക്കാരൻ. ഈശോ ശത്രുതയുടെ മതിൽ തകർത്തു എന്ന് വചനത്തിലുണ്ട്. അവൻ്റെ കുരിശുമരണത്തെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നതെങ്കിലും ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ പലതും ശത്രുതയുടെ മതിലുകൾ തകർക്കുന്നവയാണ്. എന്നാൽ ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് നല്ല സമരിയാക്കാരൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ സുഭാഷിതത്തിലെ വചനത്തിന് സമാന്തരമാവുകയാണ് സമരിയാക്കാരൻ. മൃതപ്രായനായ യഹൂദനെ സ്വന്തം കഴുതയുടെ പുറത്ത് കയറ്റി സ്വന്തം ചെലവിൽ സത്രത്തിൽ കൊണ്ടുപോയി അയാൾ പരിചരിക്കുന്നു. സ്നേഹം ശത്രുതയെ മറക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി സമ്പത്തും സമയവും ചെലവഴിക്കുന്നതുമാണ്. അതാണ് ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നത്. നോമ്പ് നമ്മുടെ മനുഷ്യത്വത്തെ സുവിശേഷ വിഹിതമായി ശുദ്ധീകരിക്കുന്ന സമയമാണ്. സത്രത്തിൽ ഏൽപ്പിച്ച ശേഷം സമരിയാക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്: ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. എന്തെങ്കിലും കൂടുതൽ ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. ആ കഥയിൽ തിരിച്ചു വരുന്ന ഒരു സമരിയാക്കാരൻ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രതീകമാണ്. താൻ തിരിച്ചു വരുന്നതുവരെ താൻ ഏൽപ്പിച്ചുപോയി അവരിനോട് ശ്രദ്ധയുണ്ടാകണമെന്ന് പറയുന്നത് തിരിച്ചു വരാനിരിക്കുന്ന ക്രിസ്തുവാണ്. നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും അവശതയുള്ള മനുഷ്യൻ്റെ മേൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണമെന്നുള്ള സുവിശേഷത്തിൻ്റെ സഹജീവി പ്രതിബദ്ധത വിസ്മയകരമാണ്. അതുകൊണ്ടാണ് അത് ദൈവത്തിന് കടം കൊടുക്കുന്നത് പോലെയാണെന്ന് പറയുന്നത്. ആ വാക്ക് കേട്ട് നാം അവസർക്ക് വേണ്ടി ചെലവാക്കുന്നത് കൃപയായി തന്നു വീട്ടുകയാണ് അവൻ വീണ്ടും വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ചില വ്യക്തികളെ ഏറ്റെടുക്കുന്നതിൻ്റെ പേരിൽ ചിലർക്ക് കൂടുതൽ ചിലവാകാറുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളുണ്ടാകാം. ചിലർ പങ്കാളികളിൽ നിന്ന് അതിൻ്റെ പേരിൽ പിരിഞ്ഞു പോകുന്നത് കാണാം. ചിലർ പിരിഞ്ഞു പോകാതെ ആ കുറവുകളെ ഏറ്റെടുത്ത് മരണം വരെ കൂടെ ജീവിക്കും. അപ്പോഴെല്ലാം ഒരാളുടെ പക്കൽ നിന്ന് കൂടുതൽ ചിലവാകുന്നു. അതുപോലെയാണ് മാതാപിതാക്കളെ അവരുടെ അവശതയിലും രോഗത്തിലും പരിചരിക്കുന്നവർ. ചിലപ്പോൾ ശൈശവത്തിൽ അവർ നമ്മളെ പരിചരിച്ചതിനേക്കാൾ കൂടുതൽ. അപ്പോഴെല്ലാം ഈശോ പറഞ്ഞതുപോലെ കൂടുതൽ ചെലവാകുന്നതാണ്. അർദ്ധപ്രാണരായവരെ പരിചരിക്കുന്നവർക്ക് എപ്പോഴായാലും കൂടുതൽ ചെലവാകും. ഓട്ടിസമുള്ള കുഞ്ഞാണ് ജനിച്ചതെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾക്ക് കൂടുതൽ ചെലവാകും. അവരുടെ പരിചരണം, അവരുടെ ഉറക്കം, അവരുടെ സുരക്ഷിതത്വം, അവരുടെ സമാധാനം, ഇതിനെല്ലാം കൂടുതൽ ചെലവാകുമ്പോൾ ഓർക്കണം: ദൈവ പൈതലേ, ഇതെല്ലാം ഞാൻ തിരിച്ചു വരുമ്പോൾ മടക്കിത്തരാം. കാരണം നീ എനിക്ക് തരുന്ന കടങ്ങളാണിതെല്ലാം. ഇങ്ങനെ ചെലവാക്കുമ്പോഴെല്ലാം തിരിച്ചു വരുമ്പോൾ തരാമെന്ന വചനം കൂടി ധ്യാനിച്ച് ഈ നോമ്പ് ഫലദായകമാക്കാം.